മലപ്പുറം കാത്തിരിപ്പിന് ആശങ്കക്കുഴപ്പത്തിനുമൊടുവിൽ തദ്ദേശ സ്ഥാപന വാർഡ് പുനർനിർമ്മാണത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചു. പല ഘട്ടങ്ങളിലായി രാത്രി ഏറെ വൈകിയാണ് പട്ടിക പൂർത്തിയായി പ്രസിദ്ധീകരിച്ചത്. രാത്രി 8 മണിയോടെ പുറത്തിറക്കിയ വിജ്ഞാപനത്തിൽ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പഞ്ചായത്തുകളുടെ പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത്. വാർഡിന്റെ പേര്, നമ്പർ, അതിരുകൾ, ജനസംഖ്യ, വീടുകളുടെ എണ്ണം തുടങ്ങിയ വിശദാംശങ്ങൾ സഹിതം രാത്രി വൈകിയാണ് പ്രസിദ്ധീകരിച്ചത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് കരട് പട്ടികയെക്കുറിച്ച് പരാതി ഉന്നയിക്കാൻ ഡിസംബർ 3 വരെ സമയം നൽകിയിട്ടുണ്ട്. കരട് പട്ടികയുടെ വിജ്ഞാപനത്തിൽ ഇത് വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുമെന്നും പറയുന്നുണ്ടെങ്കിലും രാത്രി വൈകിയും ലഭ്യമായിട്ടില്ല. പഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ എന്നിവയിടങ്ങളിലെ പുതിയ വാർഡുകളുടെ കരട് പട്ടികയാണ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നത്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പഞ്ചായത്ത് അധികൃതരുമെല്ലാം പട്ടികയ്ക്കായി രാവിലെ മുതൽ കാത്തിരിക്കുകയാണെങ്കിലും രാത്രി 8-നാണ് ആദ്യ വിജ്ഞാപനം വന്നത്. പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും പേര് മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ കരട് പട്ടിക പൂർണ്ണമായിട്ടില്ലെന്ന പരാതികൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉയർന്നു. ചരിത്രത്തിൽ ആദ്യമായാണ് വാർഡ് പുനർവിഭജനം പൂർണ്ണമായി ഡിജിറ്റലായി നടന്നത്. ക്യൂഫീൽഡ് ആപ്പ് വഴി അതിർത്തികൾ നിശ്ചയിച്ച ഘട്ടത്തിൽ തന്നെ പരാതികൾ ഉയർന്നിരുന്നു. ജില്ലയിൽ ഗ്രാമപഞ്ചായത്തുകളിൽ 249 വാർഡുകളും നഗരസഭയിൽ 26 വാർഡുകളുമാണ് വർദ്ധിപ്പിക്കുന്നത്. മലബാർ ടൈംസ്, മലപ്പുറം. സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം. പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ. സഫ ജ്വല്ലറി, പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം.